പത്തനംതിട്ടയിൽ യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. വിജയ സോണിക്കാണ് പരിക്കേറ്റത്. കൊടുമൺ ഐക്കാട് ഹോം നേഴ്സായി ജോലി നിൽക്കുന്ന വീട്ടിലെത്തിയാണ് ഭർത്താവ് ആക്രമിച്ചത്. സ്ത്രീക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം നടന്നതിൻ്റെ സൂചനകളുമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശിനാരായണൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്തെങ്കിലും കുടുംബ പ്രശ്നമാണോ ഈ രീതിയിലുള്ള ആക്രമണത്തിന് കാരണമായത്? ടോം, രാവിലെ 10 മണിക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. വിജയ സോണിക്കാണ് ഇത്തരത്തിൽ ഭർത്താവ് ഇവർ ജോലി ചെയ്ത ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന വീട്ടിൽ വന്ന് കുത്തി പരിക്കേൽപ്പിച്ചത്. അതിക്രമിച്ച് വീട്ടിനുള്ളിൽ കടന്നതിന് ശേഷം യുവതിയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കോട്ടയം സ്വദേശിയാണ് യുവതിയും ഭർത്താവും. എന്തായാലും കുടുംബ പ്രശ്നമാണ് ഇതിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പരിക്ക് വലിയ ഗുരുതരമുള്ളതല്ല, പക്ഷേ മർദ്ദനവും ഒപ്പം ഈ വിജയ സോണിയുടെ മുടിയൊക്കെ മുറിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ ശേഷം യുവതിയെ ആശുപത്രി കൊണ്ടുപോയതും ഭർത്താവ് തന്നെയാണ്. കൊടുമൺ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ ഭർത്താവിനെ ചോദ്യം ചെയ്തു വരികയാണ്. കൃത്യമായൊരു കാരണം, എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രശ്നം ഉണ്ടാവാൻ കാരണം? ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ യുവതിയുടെ ഭർത്താവ് കൊടുമണ്ണിലെ ഐക്കാട് യുവതി എന്ന് ജോലി ചെയ്യുന്ന വീട്ടുജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി വീട്ടിൽ അതിക്രമിച്ച് കഴിഞ്ഞ ശേഷം വാക്കേറ്റം ഉണ്ടാകും. പിന്നീട് കുത്തി പരിക്കേൽക്കുകയും ചെയ്തത്. അതിനുള്ള കാരണം എന്താണ്, അത്ര ഒരു സംഭവം വീട്ടിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. പോലീസ് നമ്മളിപ്പോഴും വീണ്ടും ഈ കാര്യം അന്വേഷിക്കും. പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വീട്ടുകാരുമായി മറ്റെന്തെങ്കിലും ഇടപാടുകളുണ്ടോ, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, ഈ യുവതി നിന്ന വീട്ടിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞതിന് ശേഷമായിരിക്കും ഈ യുവതിയെ എന്തിനാണ് കുത്തി പരിക്കേൽപ്പിച്ചത് എന്നുള്ള കാര്യം അറിയാൻ കഴിയുള്ളൂ. പക്ഷേ നിലവിൽ പ്രാഥമികമായുള്ള വിവരം എന്ന് പറയുന്നത് യുവതിയെ വീട്ടിലെ കുടുംബ പ്രശ്നമാണെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും പരിക്ക് ഗുരുതരമല്ല. ആശുപത്രിയിൽ യുവാവ് തന്നെയാണ്, ഈ ഭർത്താവ് തന്നെയാണ് വിജയ സോണിയെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. അതായത് ഈ ആക്രമിച്ച വ്യക്തി തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഒരു ആസൂത്രിതമായ ആക്രമണമായി കരുതാൻ കഴിയുമോ, അതോ പെട്ടെന്നുള്ള പ്രകോപനമാണോ ആക്രമണത്തിന് കാരണമായത്? ടോം, അത്തരത്തിലൊരു ആസൂത്രിതമായ ഒരു ആക്രമണം എന്ന് പറയാൻ കഴിയില്ല. പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണ് ഇതിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്താണ് എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. കുടുംബ പ്രശ്നം മാത്രമാണോ ഇതിന് കാരണം എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നതെന്നാണ് പോലീസ് നമ്മളോട് ചോദിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഇനി ഈ യുവതി നിന്ന വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഭർത്താവുമായി ബന്ധപ്പെട്ട് അവരുമായി വല്ല സാമ്പത്തിക ഇടപാടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരം തർക്കങ്ങളോ കാര്യങ്ങളോ വീട്ടുകാരുമായി മുൻപുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് നോക്കുന്നത്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന വിജയ സോണിയെ രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് വീട്ടിൽ ഭർത്താവ് വന്ന് അതിക്രമിച്ചു കയറിയതിനു ശേഷം ഇത്തരത്തിൽ വാക്കേറ്റമുണ്ടാകും. പിന്നീട് ഈ കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തു. എന്തായാലും പരിക്കേറ്റിട്ടുണ്ട്. അത് ഗുരുതരം. പരിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഗുരുതരമല്ല. ഈ വിജയ സോണിയുടെ ഭർത്താവ് തന്നെയാണ്, കോട്ടയം ഐമന സ്വദേശിയാണ് അദ്ദേഹം. ഭർത്താവ് തന്നെയാണ് ഈ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്തു വരികയാണ്. ടോം, വ്യക്തമാണ്. പത്തനംതിട്ടയിലാണ് ഹോം നേഴ്സിനെ അവർ ജോലിക്ക് നിന്ന വീട്ടിലെത്തി ഭർത്താവ് ക്രൂരമായി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്.